എൻ്റെ പേര് ശ്യാമള. ഞാൻ കൽക്കട്ടയിൽ നിന്ന് വരുന്നു. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്നാന്ന് വെച്ചാൽ, ഞാൻ ഫേസ്ബുക്കിനകത്തൊരു മാതാവിനെ കണ്ട് അതിനകത്ത് എഴുതിയിരുന്നു, പിന്നെ 30 ദിവസം ജപമാല ചൊല്ലി OET പാസ്സാകുമെന്ന്. ഞാനന്നേരം ഓർത്തും എൻ്റെ മോളെ വിദേശത്ത് വിടണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു നേരത്തെ തൊട്ടേ. പക്ഷേ അതൊക്കെ ഞാനങ്ങ് കളഞ്ഞു. അവിടെ പോയി ജോലി ചെയ്ത് ഫ്ലാറ്റൊക്കെ മേടിച്ച് നല്ല രീതിയിൽ ജീവിക്കുക, ഇനി പോവുകയില്ല എന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി, ഇനി ഇത് പ്രാർത്ഥിച്ചാൽ അവൾക്കും വെളിയിൽ പോകാൻ പറ്റുമെന്നോർത്ത് ആ ലിങ്ക് ഓപ്പൺ ചെയ്തു. ബ്രദറാണെന്നും പറഞ്ഞ ഒരു ബ്രദർ പിന്നെ എന്നോട് പറഞ്ഞു, രോഗികൾക്കും കടഭാരമുള്ളവർക്കും മാത്രമേ ജപമാല സൗജന്യമായി കൊടുക്കുകയുള്ളൂ, അല്ലാത്തവർ 1000 രൂപ സംഭാവന കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ എളുപ്പം തന്നെ മാതാവിൻ്റെ കാര്യത്തിനാണല്ലോ എന്ന് ഓർത്ത് 1000 രൂപ സംഭാവന കൊടുത്തു. 30 ദിവസം ഞാൻ ആ ജപമാല ചൊല്ലി, അതിന് 60 ദിവസവും ചൊല്ലി. അത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു 25,000 രൂപ ഞങ്ങൾക്ക് തരണം, ഒരനുഗ്രഹം വരുവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരുടെ വഴിക്കേ ആയിപ്പോയി, ഇവരുടെ പ്രാർത്ഥിച്ച്. അന്നേരം 25,000 രൂപ ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ 75,000 രൂപ കൊടുക്കണം. ശരിയാണ്, ഒരു ദിവസമാണ് 1,00,000 രൂപ എന്നോട് അന്നേരം മേടിച്ചെടുത്തു. പിറ്റേ ദിവസം രാവിലെ 10 മണിയായപ്പോൾ അവർ പറയുന്നു 1,50,000 രൂപ തരണമെന്ന്. 1,50,000 രൂപ. അന്നേരം ഞങ്ങൾക്ക് എന്തോ ഒരു പന്തികേട് പോലെ തോന്നി. എൻ്റെ പിള്ളേർ കൊണ്ട് കേസ് കൊടുത്തപ്പോൾ ഇവർ ഭയങ്കര ചതി കള്ളന്മാരാണെന്ന് മനസ്സിലായി. എന്നെ പിള്ളേർ വഴക്ക് പറയാൻ തുടങ്ങി. എന്നാൽ ഇവർക്ക് കൊടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇവർ വൃത്തികെട്ട വീഡിയോകളൊക്കെ എൻ്റെ മൊബൈലിൽ അയച്ചു തരികയും എന്നെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്നേരവും കരഞ്ഞ് പ്രാർത്ഥിച്ച്, മാതാവേ സത്യസന്ധയായിട്ടാണ്, ജപമാല എന്നാണെന്നറിയത്തില്ല, ജപമാല, ഞാനൊരു ഹിന്ദുവാണ്, ജപമാല ചൊല്ലാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഇവരൊരു ജപമാലയും ഇവിടുത്തെ ഒരു ലോക്കറ്റും പിന്നെ ഒരു ജപമാല ചൊല്ലുന്ന ഒരു പുസ്തകവും കൂടെ കൊറിയറി അയച്ചു തന്നു. അത് വെച്ചാണ് ഞാൻ ജപമാല ചൊല്ലുന്നത്. വീട്ടിൽ ഭയങ്കര പ്രശ്നമായി. 1,00,000 രൂപ അവർ മേടിക്കാൻ, അവരും ഒരു കണക്കിൽ കൂടെ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. വീട്ടിലുള്ള പിള്ളേരും വഴക്ക് പറയുന്നു. അവിടെ ഒരു മാതാവുണ്ടായിരുന്നു, ഇത് കുറവലങ്ങാടുന്ന് മേടിച്ച ഒരു മാതാവാണ്. ഈ മാതാവിനെ അവിടെ നിന്ന് എടുത്ത് എൻ്റെ മരുമോൻ കളഞ്ഞിട്ട് പറഞ്ഞു, അമ്മയുടെ മാതാവിനെ ഇവിടെ വെക്കരുത്, ഇവിടെ പ്രാർത്ഥിക്കരുതെന്ന്. ഞാൻ ഈ മാതാവിനെ അവർ കാണാതെ എൻ്റെ ബെഡേ കൊണ്ടുവച്ചു. അവരുറങ്ങിക്കഴിയുമ്പോൾ ഈ മാതാവിനെ ചങ്കോട് ചേർത്ത് പ്രാർത്ഥിച്ചു. മാതാവ്, ഞാൻ സത്യസന്ധതയായിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്, എനിക്ക് കള്ളത്തരമൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസം പ്രാർത്ഥിച്ചിട്ട് അന്നേരം എനിക്ക് തോന്നി ഇവർ തന്ന ജപമാലയും ആ പുസ്തകവും ആ ലോക്കറ്റും കൂടെ എടുത്ത് കളയണമെന്ന് എന്നോട് ആരോട് പറയുന്ന പോലെ. അപ്പം ഞാൻ ഈ മാതാവിനെ മേടിച്ചപ്പോൾ ഒരു പ്രാർത്ഥന കാർഡ് തന്നായിരുന്നു. ആ കാർഡിലൊരു നമ്പർ നോക്കി കുറവിലങ്ങാട്ടോട്ട് വിളിച്ച് ചോദിച്ചു, എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഞാൻ ഈ മാതാവിൻ്റെ ആയതുകൊണ്ട് കളയാൻ മനസ്സിൽ മടി. അന്നേരം ഞാൻ ചോദിച്ചു, ഇതന്നെ ഞാൻ എന്ത് ചെയ്യണം, ഇത് പിന്നെ കളയട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് വിളിച്ച് പറഞ്ഞ്, അവിടെ ഓഫീസിൽ ഇരിക്കുന്ന ഒരാളാണ് പറഞ്ഞ്, എളുപ്പം കളഞ്ഞേര് നമ്മുടെ വീട്ടിൽ വെക്കരുത്, ഇനി ഇങ്ങനെ അബദ്ധത്തിലൊന്നും പോയി ചാടരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ഊണും ഇല്ല ഉറക്കവും ഇല്ലാതെ പിള്ളേരുടെ വഴക്ക് കേട്ട് ഈ മാതാവിനെ ഞാൻ പാത്ത് വെച്ചു ബെഡിനകത്ത്. എന്നിട്ട് രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ദൈവനാമത്തെ ഒരിക്കലും ദുഷിച്ച് പറയുകയില്ല, മാതാവിനെ എനിക്കിഷ്ടമാണ്, കർത്താവിനെ എനിക്കിഷ്ടമാണ്. 25 വർഷമായിട്ട് ഞാൻ കർത്താവിൽ തന്നെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ആരോ കള്ളന്മാരെന്തോ തട്ടിപ്പ് നടത്തി, അതിൽ ഞാൻ പെട്ടുപോയി എന്നോർത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ജപമാല പുസ്തകം എല്ലാം കളഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിൽ ഭയങ്കരമായിട്ട് പറയുന്നു, ജപമാല മുടക്കരുത്, ചൊല്ലണം എന്നാണ് മനസ്സ് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ കുമളിയിലോട്ട്, ഇടുക്കി ജില്ലയിലെ കുമളി വിളിച്ച് പറഞ്ഞു, ഒരു കത്തോലിക്ക പള്ളി പോകുന്ന ഒരു പെങ്കച്ചനോട് പറഞ്ഞു, എനിക്ക് ജപമാല വാട്സപ്പിൽ അയച്ചു തരണം, പിന്നെ വിശ്വാസ പ്രമാണവും അയച്ചു തരണമെന്ന് പറഞ്ഞു. ആ കൊച്ച് വാട്സപ്പില്ല, അവരെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിള്ളേർ, ഫേസ്ബുക്ക് ഒന്നുമില്ല. എൻ്റെ 10 വയസ്സുള്ള ഒരു കൊച്ച് വാട്സപ്പ് ഉണ്ടാക്കി തന്നു, ആ മകളുടെ കൊച്ച്. എന്നിട്ട് ആദ്യം വാട്സപ്പിനകത്ത് ജപമാലയും വിശ്വാസ പ്രമാണവും അവർ അയച്ചു തന്നപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ ജപമാല ഇല്ലല്ലോ ചൊല്ലാൻ. അന്നേരം ഈ മദർ തെരേസയുടെ ഹൗസ്, മദറിനെ അടക്കിയ ഹൗസ് ഞങ്ങളുടെ അടുത്ത്, അവിടെ പോയപ്പോൾ ഒരു 4 ജപമാല എനിക്ക് വിട്ടു. ജപമാലയാണോ കൊന്തയാണോ എന്ന് എനിക്കറിയത്തില്ല, അതെൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഞാൻ അതെടുത്ത് കൊന്തയും ഈ വാട്സപ്പിനകത്ത് അയച്ചത് ആ ഫോണും ഈ മാതാവിനെയും കൂടെ ഞാൻ വെച്ച് രാത്രിയായപ്പോൾ 3 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റില്ല. അത്രയും ദിവസം 60 ദിവസം ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് ജപമാല ചൊല്ലി. അന്ന് എഴുന്നേറ്റില്ല, മുടക്കിയിട്ടേ ഇല്ല. ഞാൻ ജപമാല ചെല്ലുന്നില്ല എന്നും പറഞ്ഞ് മടിച്ച് കിടന്നപ്പോൾ ഈ മാതാവ് വന്നിട്ട് പറയുന്നു,
നീ എഴുന്നേറ്റ് ജപമാല ചൊല്ല, എന്നെ വിശ്വാസമാണെങ്കിൽ നീ എഴുന്നേറ്റ് ജപമാല ചൊല്ലാൻ പറഞ്ഞു. ദൈവമേ മാതാവ് വന്നല്ലോ എന്നോർത്ത് ഞാൻ എളുപ്പം എഴുന്നേറ്റ് ജപമാല ചൊല്ലി കഴിഞ്ഞ് പിറ്റേ ദിവസം ഉറക്കാൻ കിടന്നപ്പോൾ അത് ഇരുട്ടത്താണ് ചെല്ലുന്നത്, മൊബൈലിൻ്റെ വെട്ടത്തിൽ. പിള്ളേർ കണ്ടാൽ വഴക്ക് പറയും. പിന്നെ പിറ്റേ ദിവസം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണിക്കുമോ? എന്നാൽ ഞാൻ ഇത്ര കഞ്ഞി വെള്ളം കുടിച്ചിട്ട് തന്നെ 10-15 ദിവസമായി. അങ്ങനെ ഞാൻ വിഷമിച്ച് പറഞ്ഞപ്പോൾ മാതാവ് ചാടി എഴുന്നേറ്റു. രാത്രിയിൽ ഇരുന്ന് ബെഡിൽ തന്നെ ചാടി എഴുന്നേറ്റു. അപ്പം ഞാൻ ഓർത്ത്, എൻ്റെ മാതാവ് പോകുവാണോ? ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ വിശ്വസിച്ചില്ല, അന്ധവിശ്വാസം കാരണം മാതാവ് ഇറങ്ങി പോകുമെന്ന് ഓർത്ത് കതവ് നോക്കിയപ്പോൾ മാതാവ് പോയില്ല, അവിടെ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഒരാൾ ശക്തിയായിട്ട് പിടിച്ചു. പിള്ളേരുടെ അടുത്ത് പ്രാർത്ഥനയെന്നും മാതാവെന്നും പറയാൻ മാത്രം പറ്റത്തില്ല. എന്നെ ആരോ പിടിച്ച് അടുക്കള ജോലി ചെയ്തുകൊണ്ടിരുന്നിടത്തു നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് എൻ്റെ മരുമോനോട് പറയുന്നു, എനിക്ക് 8 നോയമ്പെടുത്ത് പള്ളിയിൽ പോകണം, ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഉള്ള പൈസയെല്ലാം കള്ളന്മാർ കൊണ്ടുപോയി. എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. അന്നേരം ടിക്കറ്റ് ബുക്ക് ചെയ്താൽ പറയും, അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് തരും. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് അവർ പഠിക്കുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയുന്നു, ഞാനല്ല പറയുന്നത്, അവനൊന്നും മിണ്ടുന്നില്ല. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ സംഭവിച്ചു. 2 പേരും കൂടി ഇരുന്നപ്പോൾ അന്നേരം അവൻ ചോദിക്കുന്നു എന്നോട്, അമ്മയ്ക്ക് എന്നാ പോകണ്ടേ? ഞാൻ പറഞ്ഞു, 8 നോയമ്പെടുത്ത് എനിക്ക് 8 നോയമ്പിന് പോകണം. അന്നേരത്തേക്ക് അവൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ജൂൺ 12-ാം തീയതി. 13-ാം തീയതി വെളുപ്പിനെ ഞാൻ എടുത്തിട്ട് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഷോക്ക് അടിക്കുന്ന പോലെ എൻ്റെ ശരീരത്തെല്ലാം ഒരു വിറയൽ കേട്ട് ഞാൻ എളുപ്പം കണ്ണ് തെളിച്ച് നോക്കുമ്പം എൻ്റെ മുറി മുഴുവൻ പച്ച വെളിച്ചമാണ്. അന്നേരം എൻ്റെ മനസ്സിലാരോ പറയുന്നു, നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ടെന്ന്. കുറച്ച് നേരം അങ്ങനെ നിന്നിട്ട് ഇതങ്ങ് പോയി. അപ്പോൾ എനിക്കിതൊന്നും പിള്ളേരോട് പറയാൻ പറ്റത്തില്ല. പിള്ളേർ പറയും അമ്മയ്ക്ക് വട്ടാന്ന്. എന്നാലും അവർ ഇവിടോട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു. വട്ടാന്ന് പറയുകയും ചെയ്യും. കൃപാസനത്തിലോട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തതെന്ന്. ആലപ്പുഴ വന്നിട്ടുമില്ല, കണ്ടിട്ടുമില്ല, കൃപാസനമെന്നൊന്നും എനിക്കും അറിയത്തുമില്ല. ആ മാതാവ് ആദ്യം എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് മാതാവ് എന്നെ ഫേസ്ബുക്കൊന്നും ഇല്ലല്ലോ, ഈ യൂട്യൂബ് എടുക്കാനായിട്ട് പഠിപ്പിച്ചു. ഇവിടുത്തെ നമ്പർ എടുത്ത് തന്നു. അതെല്ലാം എന്നെ ഏതോ ഒരു ശക്തി ചെയ്യിക്കുവാണ്. ഇതെല്ലാം ചെയ്തു തന്നു. ഞാൻ കൃപാസനത്തിൽ വിളിച്ചു നോക്കി, കൃപാസനമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു പ്രാർത്ഥന ആവശ്യപ്പെട്ടപ്പോൾ ആ കള്ളന്മാർ പിന്നെയും വന്നു. അവർ വന്നിട്ട് ഒരു പ്രൊഫൈൽ വാട്സപ്പിൽ വിട്ടേക്കുവാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന്. അപ്പം എൻ്റെ മോൾ അതെടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയൊന്നും വേണ്ട എന്നും പറഞ്ഞ് എന്തൊക്കെ എഴുതി അയച്ചപ്പോഴത്തേക്ക് അവർ ആ പ്രൊഫൈൽ എളുപ്പം അങ്ങ് മാറ്റിക്കളഞ്ഞു. അത് കഴിഞ്ഞാണ് ഞാനിവിടെ അന്നേരം 84 ദിവസം ഉണ്ടായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ. ഞാൻ ദിവസങ്ങൾ എണ്ണി കലണ്ടറിൽ എണ്ണിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ ഒരു മേളയ്ക്ക് പോയപ്പോൾ എൻ്റെ ഈ 5 പൈസ പോലും ഇല്ല. ഞാനിങ്ങനെ വിഷമിച്ച് അവരോട് ചോദിച്ചാൽ പൈസ തരും. ഞാൻ ആരോട് ചോദിക്കുകയല്ലെന്ന് തന്നെ വെച്ചിട്ട് ആരോടും ചോദിച്ചില്ല. അന്നേരം കുറച്ച് പൂക്കൾ ഇങ്ങനെ കാണും. അന്നേരം ഞാൻ ഓർക്കും, എന്നെ അവിടെ ആരോ പിടിച്ച് നിർത്തി. എന്നിട്ട് പറയുന്നു, നീ കൃപാസനത്തിൽ പോകുമല്ലേ, പൂക്കൾ മേടിച്ചുകൊണ്ട് പോയി. എന്നാലും ഞാൻ പറഞ്ഞു, ഇത് മാതാവാണല്ലോ പറയുന്നത്. അപ്പം മാതാവ് പല സമയത്തും എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല, അതുകൊണ്ട് പൂക്കൾ മേടിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മരുമകൻ എന്നെ 12,000 രൂപ തന്നിട്ട് പറഞ്ഞു, ഇത് അമ്മയുടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നു. അന്നേരം മോളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കണ്ടില്ല. ലാപ്ടോപ്പിനകത്തു നിന്നത് പിള്ളേർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഹോസ്പിറ്റലിൽ കൊടുത്തത് അവർ ഫയൽ വെച്ചില്ല, അത് കണ്ടില്ല. ആകെ പ്രശ്നമായി. അവരെ കൊണ്ട് പഠിച്ച പണിയെല്ലാം നോക്കിയിട്ടും അത് കിട്ടുന്നില്ല. ഉടനെ ഞാൻ ഓർത്ത്, ദൈവമേ മാതാവിന് പൂ മേടിച്ചില്ലല്ലോ, അതാണോ മാതാവ് ഇങ്ങനെ. ഞാൻ മാതാവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം മാതാവിൻ്റെ പണിയാണ്, എൻ്റെ മോളുടെ സർട്ടിഫിക്കറ്റ് അങ്ങ് കൊടുത്തേരും, ഞാൻ വൈകിട്ട് ഈ കുഞ്ഞു കൊച്ചിനെയും കൊണ്ട് പോയി ആ പൂ മേടിച്ച് ഇവിടെ കൊണ്ട് വെക്കും. ഇനി അന്നേരം 75 ദിവസമുണ്ട് ഇവിടെ വരാനായിട്ട്. പൂ മേടിച്ച് വെക്കും. ഞാൻ മാതാവ് കൃപാസനമൊന്നും കണ്ടിട്ടില്ല, എന്നാലും അത് അവിടെ മാതാവിൻ്റെ അടുത്ത് കൊണ്ട് വെക്കുമെന്ന് പറഞ്ഞ് ഞാൻ പൂ മേടിച്ച് ആരും തൊടാത്തടുത്ത് കൊണ്ട് വെച്ചു. അവരോട് പറഞ്ഞ്, നിങ്ങളൊന്ന് ചെന്ന് നോക്കേ, ഈ പഴയ ഒരു 2016 ഒരു രസീത് ഇരിപ്പുണ്ട്. ആ രസീതും കൊണ്ടുപോയി നിങ്ങളൊന്ന് നോക്കേ. ഒരു പ്രാവശ്യം ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും. ഞാൻ പറയുന്ന അവർ കേൾക്കുകയില്ല, ഞാൻ കാണിക്കുന്നില്ല അതേ പണിയാണ്. എന്നിട്ട് അവർ ചെന്നിട്ട് എൻ്റെ വഴക്കുകാരൻ അവർ മടുത്ത സാധനമാണ്. അവർ ചെന്ന് കമ്പ്യൂട്ടറിൽ കുത്തി ഉടനെ അവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫ്ലാറ്റിൽ വെള്ളമില്ലായിരുന്നു. ഞാനിവിടെ ഒന്നും ഉടമ്പടി എടുത്തിട്ടില്ല, ടിക്കറ്റ് മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ.
അത് കഴിഞ്ഞ് ഫ്ലാറ്റിൽ വെള്ളമില്ല. ആ പ്രശ്നത്തിലും മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവ് അത് ഫ്ലാറ്റ് ഞങ്ങൾ മേടിച്ചതാണെങ്കിലും ഞങ്ങൾക്കൊരു സ്വന്തമായിട്ട് തരാനായിട്ട് ആ ഓണറിന് പകുതി ഫ്ലാറ്റേ വിറ്റിട്ടുള്ളൂ, ബാക്കി അയാളുടെ തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിലായിരുന്നു. അത് പിന്നെ മാതാവ് ഇടപെടണമെന്ന് ഞാൻ മാതാവ് ഇടപെട്ട് ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ മാതാവ് അത് എളുപ്പം കേസ് കൊടുത്ത് എല്ലാം ഞങ്ങൾ ആ ഫ്ലാറ്റിൻ്റെ ഓണറാണ്, നിങ്ങൾക്ക് എല്ലാ അവകാശവും ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് വെള്ളം എങ്ങനെ കിട്ടുമോ അങ്ങനെ നിങ്ങൾ വെള്ളം എടുത്തോ എന്ന് പറഞ്ഞ് ആ കാര്യം മാതാവ് നടത്തി തന്നു. പിന്നെ ഇങ്ങോട്ട് കൃപാസനത്തിൽ വരുന്ന കാര്യം അവർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എന്നാൽ അമ്മ എങ്ങനെ പോകും, എവിടെ കിടക്കും, അവരും ചോദിക്കുന്നില്ല, ഞാനും ചിന്തിക്കുന്നില്ല. എന്നെ ട്രെയിനെ കയറ്റി വിട്ടു. 3 ദിവസമാകും ഇവിടെ വരുമ്പോൾ. 3-ാമത്തെ ദിവസം 5 മണിയായി. 5 മണിക്കാണ് വരുന്നത്. ചേർത്തല വന്നപ്പം എന്നോട് ആരോ പറയുന്നു, അച്ഛൻ്റെ ഇത് യൂട്യൂബിൽ കണ്ടാൽ പിന്നെ എന്നും ഞാൻ ഉച്ചവരെ കേട്ട ധ്യാനം തന്നെ എന്നും കേൾക്കും, പിന്നെ ഈ സാക്ഷ്യങ്ങളും എല്ലാം കേൾക്കും, ഉച്ചവരെ കേൾക്കും. മരുമോനില്ലേ ഒച്ചക്തി വെച്ച് കേൾക്കും, അല്ലെങ്കിൽ ചെവിയിൽ സാധനം വെച്ച് കേൾക്കും. അങ്ങനെ ഞാൻ എപ്പോഴും കേട്ടോണ്ടിരിക്കുക. അന്ന് ട്രെയിനെ വെച്ച് ഞാൻ കേട്ടോണ്ടിരിക്കുക. അന്നേരം എന്നോട് ആരോ പറയുന്നു, പിന്നെ ഫോൺ എടുത്ത് വെച്ചിട്ട് എളുപ്പം ബാഗെല്ലാം പെറുക്കി ട്രെയിനിൻ്റെ ഇറങ്ങുന്ന സ്ഥലത്തോട്ട് വെളിയിലോട്ട് കൊണ്ടുവെക്കാൻ. അന്നേരം ഞാൻ എളുപ്പം ബാഗെല്ലാം പെറുക്കി അവിടെ കൊണ്ടുവച്ച് എന്നെ ഒരാളും കൂടെ സഹായിച്ച് അവിടെ വെച്ചു. അന്നേരം എന്നോട് പറയുക, കൃപാസനത്തിലോട്ട് വിളിച്ചു. 10 പ്രാവശ്യം പോലും വിളിച്ചാൽ ഫോൺ എടുക്കാത്ത കൃപാസനം ഒരു ബെല്ലടിച്ചപ്പോൾ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, എളുപ്പ ചേച്ചി ചേർത്തല ഇറങ്ങിക്കുമെന്ന്. എന്നെ മാത്രം ഇറക്കാൻ ട്രെയിൻ അവിടെ കിടക്കുവാണ്, ആരും ഇറങ്ങിയിട്ടുമില്ല, അവിടെ ഒരു ആളുമില്ല. ഞാൻ എളുപ്പം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ട്രെയിനും വിട്ടുപോയി. എങ്ങോട്ട് പോകണമെന്നറിയാതെ ഞാൻ വിഷമിച്ച് നിന്ന്, ദൈവമേ മാതാവേ ഇവിടം വരെ കൊണ്ടെത്തിച്ച് ഇനി ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ 4 ബാഗുണ്ട് എൻ്റെ കയ്യിൽ, ലഗേജ് 2 ബാഗ് നല്ല ഭാരമുള്ള ലഗേജുണ്ട്. ഞാൻ എന്നിട്ട് അതെങ്ങനെയും എടുത്ത് ദൂരോട്ട് നോക്കുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ നിൽക്കുന്ന കണ്ടെന്നാൽ അവരോട് ചോദിക്കുക, എങ്ങനെയാണ് വെളിയിലിറങ്ങി ബസ്സിൽ കയറി പോകുന്നത്, വണ്ടി എടുത്ത് പോകുന്നതെന്ന് ചോദിക്കാമെന്ന് ഓർത്ത് ബാഗെല്ലാം എടുത്ത് മുന്നോട്ട് നടന്നപ്പോൾ ഒരു മനുഷ്യൻ ഓടി വന്നിട്ട് എന്നോട് പറയുകയാണ്, അമ്മച്ചി ബാഗെല്ലാം ഇങ്ങോട്ട് താ, ഞാൻ പിടിച്ചോളാം, പിന്നെ എന്നിട്ട് വാ എൻ്റെ പുറകെ വാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് പിന്നെ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ട് തരുന്നതിന് എത്ര രൂപയാകും, ഇനി ഇയാൾ വല്ല വഴക്കം പിടിക്കുമെന്ന് എനിക്ക് പേടിയായി. അന്നേരം പറഞ്ഞു, അമ്മച്ചിയെ സഹായിക്കാനായിട്ട് ഞാൻ വന്നതാണ്, ഞാൻ 1 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ഒരു മിലിറ്ററിക്കാരനാണ്, എനിക്ക് പൈസയൊന്നും വേണ്ട, ഞാൻ അമ്മച്ചിയെ സഹായിക്കാം. ആ മനുഷ്യൻ എതിരെയാണ് വന്നതെന്ന് ഞാൻ കണ്ടില്ല, അതാണ് സത്യം. എന്നിട്ട് ഈ ബാഗെല്ലാം എടുത്ത് ഇത്രയും വണ്ടി പോകുന്നിടത്ത് ആ പുള്ളിക്കാരൻ ഒരു കൈ കാണിച്ചപ്പോഴത്തേക്ക് 2 സൈഡിലെയും വണ്ടി നിന്നു. ഇപ്പുറത്ത് കൊണ്ടുവന്ന് എന്നെ ട്രാൻസ്പോർട്ട് ബസ്സെ കയറ്റി കൃപാസനത്തിൽ ഇറക്കണമെന്ന് പറഞ്ഞ് ഇറക്കി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കൃപാസനത്തിൻ്റെ ഫ്രണ്ടിലിറക്കി. എന്നിട്ട് ഇവിടെ വന്ന് ഇവിടെ ഒരു നാരങ്ങ വെള്ളമൊക്കെ കൊടുക്കുന്ന ഒരു കൊച്ചനുണ്ട്. ആ പുള്ളിക്കാരനെ റൂമെടുത്ത് റൂമിൽ ഈ സാധനങ്ങളെല്ലാം കൊണ്ട് തന്ന അത്ഭുതമായിട്ട് ഞാനിവിടെ വന്നു. പിറ്റേ ദിവസം വന്ന് ഉടമ്പടി ആരോടും ഒന്നും ചോദിച്ചില്ല, സ്വന്തമായിട്ട് ഉടമ്പടി എടുത്തു പോയി. 6 മണിയായപ്പോഴത്തേക്ക് ഇടുക്കിയിൽ എന്നെ 6 മണിയായപ്പോൾ ഇടുക്കിയിൽ എൻ്റെ വീട്ടിൽ കൊണ്ടെത്തിക്കുകയും ചെയ്തു. പോയ വഴിക്ക് 2-3 ദിവസം വെള്ളവും കഞ്ഞിയൊന്നും കുടിക്കാതെ എൻ്റെ തല കറങ്ങി പെരിയാറ്റിൽ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് കണ്ണൊന്നും കാണത്തില്ല, ആരെയും എനിക്ക് പിന്നെ കാണാൻ പോലും പറ്റത്തില്ലെന്ന്. ഒരാളൊക്കെ 2 പേരായിട്ട് തോന്നുന്നു. അന്നേരം ഞാനോർത്ത് എൻ്റെ ഭർത്താവ് എന്നെ ഒന്ന് സഹായിക്കാൻ കുമളി വരെ വരുമോ, എന്നിട്ട് ഒരു ഓട്ടോ പിടിച്ച് സാധനം കൊണ്ട് കൂട്ടിക്കൊണ്ട് പോകുമെന്നോർത്ത് പോകുന്ന വഴിക്ക് എത്ര വയ്യെങ്കിലും ഞാൻ പ്രാർത്ഥിച്ച് ഈ പത്രമൊക്കെ ഓരോരുത്തർക്കും കൊടുത്താണ് ബസ്സേ പോകുന്നത്. ഭർത്താവിനെ വിളിച്ചപ്പോൾ ഫോൺ കട്ട് ചെയ്തു. എന്തിനാണെന്നറിയാം, ഞാൻ പള്ളിയിൽ വന്നെന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാൻ ഓർത്ത്, ദൈവമേ വീണ് പോകുമോ എന്നോർത്ത് ഞാൻ കുമളിയിൽ ചെന്നിറങ്ങിയപ്പോൾ എനിക്ക് നല്ല ശക്തി ഉണ്ടായിരുന്നു. ഓട്ടോ പിടിച്ച് 6 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ വെച്ച് ചെല്ലുകയും ചെയ്തു. പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് കാര്യം, ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യമായിരുന്നു, എൻ്റെ മരുമോന് മാനസാന്തരപ്പെട്ട് അമ്മയുടെ അടുത്ത് വരണമെന്ന് ഞാൻ ഉടമ്പടി വെച്ചിരുന്നു. അത് അവൻ ഇന്നലെ ഞങ്ങൾ കുടുംബത്തോടെയാണ് ഇവിടെ വന്നത്. കുടുംബത്തോടെ വന്ന് അവനിവിടെ വന്ന് ഇന്നലെ വെള്ളം പോലും കുടിക്കാതെ 3 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. അവൾ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ
കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 2 കെട്ട് പത്രം എനിക്ക് തന്നു. ഞാൻ 6 കെട്ട് പത്രം മേടിച്ചുകൊണ്ട് പോയി. ഞാൻ കേരളത്തിൽ 7 ദിവസം ഉള്ളായിരുന്നു. പിള്ളേർക്ക് ജോലിക്ക് പോകണമല്ലോ എന്നോർത്ത് 7 ദിവസം ഇവിടെ മാത്രം കൃപാസനത്തിൽ വന്നതാണ്. അതിൽ ആ 4 ദിവസം ഇവിടുന്ന് ചെന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഈ പത്രവും എടുത്ത് തൈലവും എടുത്തുകൊണ്ട് ഇറങ്ങി. എൻ്റെ ഭർത്താവ് എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു, എല്ലാവരും ക്രിസ്ത്യാനികളാണ്, നീ ഇന്നൊരു കൃപാസനത്തിൽ പോയി ഇതും കൊണ്ട് ചെല്ലുമ്പോൾ അവർ നിന്നെ ഇറക്കി വിടും, നിന്നെ അവർ പറയും ഞങ്ങൾ കർത്താവിനെയും മാതാവിനെയൊക്കെ കണ്ടിട്ടുണ്ട്, നിന്നെ കയറ്റിയല്ല. അവർ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരെന്നാ പറഞ്ഞാലും എനിക്കറിയാവുന്ന വയ്യാത്തവരുടെ വീട്ടിലൊക്കെ പോയി, അസുഖമായിട്ട് കിടന്നവരുടെ വീട്ടിലൊക്കെ പോയി തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ച് പത്രവും കൊടുത്ത് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി അവിടെ പോയി തൈലം എല്ലാവർക്കും ഞാൻ പോയെടുത്ത് വയ്യാത്തവർക്കെല്ലാം തൈലം തേച്ച് പ്രാർത്ഥിച്ച് പത്രം കൊടുത്ത് പിന്നെ കുരിശുമല പുറ്റടിയിലൊരു കുരിശുമലയുണ്ട്. ആ കുരിശുമല കയറിയപ്പോൾ അവിടെയും കുറച്ച് പേർക്ക് കൊടുത്തു. ഈ 4 ദിവസം കൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന കാരുണ്യപ്രവൃത്തി മുഴുവൻ ഞാൻ അവിടെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കൽക്കട്ടയിൽ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് കാരുണ്യപ്രവൃത്തി, എനിക്ക് ഭാഷ അറിയത്തില്ല, ഫ്ലാറ്റിനകത്ത് തന്നെ ഇരുന്നുള്ള ശീലമുള്ളൂ, വെളിയിലിറങ്ങി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ മക്കളോടൊന്നും ചെയ്യണമെന്ന് എനിക്ക് പറയാനും പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഇരുന്നിട്ട് ഒരു ദിവസമായപ്പോൾ ഞാൻ മാതാവിനെ രാത്രിയിൽ ഇങ്ങനെ കാണുക. മാതാവ് പിന്നെ എൻ്റെ അടുത്ത് വരുന്ന പോലെ. അപ്പോൾ എനിക്ക് നേരം വെളുപ്പം തോന്നി ഞാൻ ആർക്കും ആഹാരമൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആർക്കും കൊടുത്തില്ല. ഈ ബംഗാളികളടുത്ത് ആർക്കും കൊണ്ട് എന്നാ കൊടുക്കാനായിട്ട് അവരെന്നാ ചോദിക്കുന്നത്, ഞാൻ എന്നാ പറയുന്നത് ഒന്നും എനിക്കറിയത്തില്ല. എന്നാൽ ഞാൻ എൻ്റെ മരുമോനോട് പറഞ്ഞു, മോനെ നമുക്ക് കുറച്ച് ആഹാരം മേടിച്ച് ഈ റോഡ് ഇതിൽ എവിടെയെങ്കിലും പോയി ആരെങ്കിലും റോഡിലൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ശരി അമ്മേ ഞാൻ വരാമെന്ന് പറഞ്ഞു. അവൻ വന്ന് ഞങ്ങൾ കടയിൽ നിന്ന് ആഹാരം മേടിക്കുന്നത്, കടയിൽ നിന്ന് ചോറൊന്നും കിട്ടില്ല, 10 ബിരിയാണി മേടിച്ച് ഞങ്ങൾ ഈ ബിരിയാണിയും കൊണ്ട് മഴയത്ത് 2 കുഞ്ഞു പിള്ളേരെയും കൊണ്ട് ഞാനും അവനും കൂടെ ആ കോളനി ഏറിയ മൊത്തം പോയി. അങ്ങനെ ആരെയും കണ്ടില്ല, മഴയുള്ളതുകൊണ്ട് ആരും ഭിക്ഷക്കാരിയിരിക്കാത്തതാണോ ഒന്നും എനിക്കറിയത്തില്ല. പിന്നെ കുറച്ച് വഴിയെ നടന്ന കുറച്ച് പിള്ളേർക്കും പ്രായമുള്ളവർക്കുമൊക്കെ 9 എണ്ണവും കൊടുത്തു ഞാൻ. 1 ഉണ്ട്. ഞങ്ങൾ മഴയും നനഞ്ഞ് മടുത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി നമുക്ക് വീട്ടിൽ പോകാം, ഈ പിള്ളേരെയും കൊണ്ട് ഇനി നടന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മരുമോൻ എന്നോട് പറഞ്ഞു, അമ്മേ അവിടെ ഒരു ദീദി താമസിക്കുന്നുണ്ട്, ആ ദീദിക്ക് ഇത് കൊടുത്തിട്ട് പോകാം, ആ ദീദിക്ക് വീടൊന്നുമില്ല, വഴി കിടക്കുവാന്ന് പറഞ്ഞു. അവൻ വേറൊരു വഴിയെ അവരുടെ അടുത്ത് ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവരൊരു എന്തൊക്കെയോ കൊണ്ട് മറച്ച് പട്ടിക്കൂടിനെ കഴിഞ്ഞ് മോശമായ ഒരു കൂട് പോലെ ഉണ്ടാക്കി അവരവിടെ കിടക്കുക. അവരുടെ വീടിനകത്തോട്ട് ഞാൻ ഈ ബിരിയാണിയും കൊണ്ട് കയറി ചെല്ലുമ്പോൾ വെള്ളം കയറി നനഞ്ഞ് കിടക്കുക. ഇവരെങ്ങനെയാ തള്ളയെ അവിടെ കിടക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവരോടെന്നും മക്കളുണ്ടോ അതുണ്ടോ ഭർത്താവുണ്ടോ എന്ന്, ഭർത്താവില്ല മരിച്ചുപോയി, മക്കളുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ എനിക്കറിയത്തില്ല, ഒന്നും ചോദിക്കാൻ അറിയത്തില്ല. ഞാൻ പറയുന്ന അവർക്കും അറിയത്തില്ല, അവർ പറയുന്നത് എനിക്കും അറിയത്തില്ല. ഞാൻ ബിരിയാണിയും കൊടുത്തു, എൻ്റെ കയ്യിലുള്ള 100 രൂപയും കൊടുത്തു. തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ എന്നോട് പറയുന്നു, നീ ഇനി ഇങ്ങനെ നാട് മുഴുവൻ നടക്കണ്ട, നീ ഈ കുടുംബത്തെ സഹായിക്കണം, ഈ തള്ളെ സഹായിക്കണം. മാതാവ് പറയുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പിള്ളേരോട് പറഞ്ഞു, ഇനി എങ്ങും പോകുന്നില്ല, പൊതിയും കെട്ടി തള്ളെ സഹായിക്കാം. അങ്ങനെയായപ്പോഴാണ് പൂജയൊക്കെ വന്നത്. പൂജ അവിടെ വലിയ ആഘോഷമാണല്ലോ. ഞാൻ ഓർത്ത് ഈ പൂജയ്ക്ക് ഈ തള്ള പട്ടിണി കിടക്കുവാണല്ലോ എന്നോർത്ത് ഞാൻ 1000 രൂപ കൊടുക്കാൻ സാധനമൊക്കെ മേടിച്ച് അവർ കഴിക്കട്ടെ, എനിക്ക് ഈ കുഞ്ഞു പിള്ളേരെയും കൊണ്ട് ഇവരുടെ കൂടെ പോയി ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, പൊതിച്ചോറൊന്നും കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ 1000 രൂപ എടുത്ത് വെച്ചിട്ട് ഇവരുടെ വീട്ടിലോട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ എൻ്റെ ചെവി വന്ന് പറയുന്നു 500 രൂപയെന്ന്. ഞാൻ അന്നേരം മാതാവ് പറഞ്ഞതെന്ന് എനിക്കറിയാം. ഞാൻ 1500 തിരിച്ച് വെച്ച് 500 കൊണ്ട് പോയി. അന്ന് തൊട്ട് ഇന്ന് വരെ അവർക്ക് ഞാൻ ആ 500 രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അവർക്ക് പുതയ്ക്കാൻ കബളിയില്ല, അതുകൊണ്ട് കൊടുത്തു, ഡ്രസ്സ് കൊണ്ട് കൊടുത്തു, അവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അവരെ ഞാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ സ്കൂളിലോട്ട് പോകാൻ കൊച്ചുങ്ങളെ വിളിക്കാൻ സ്കൂളിൽ പോകാൻ ഇറങ്ങിയപ്പോൾ എന്നോട് പറയുന്നു, ആരോണ്ട് റിക്ഷയെ കയറേണ്ട, നടന്നു പോകും. ഞാൻ അന്നേരം മാതാവ് എന്തോ ഒന്ന് എനിക്ക് വഴി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നടന്നു പോകുമ്പോൾ മെട്രോയുടെ കീഴിലൊരു മനുഷ്യൻ കിടക്കണ, ഒരു നേരത്തെ ഒരു വട്ട് പിടിച്ച മനുഷ്യൻ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ ഓർത്ത് അയാളായിരിക്കുമെന്ന്. അന്നേരം ഞാൻ അവിടെ ചെന്നിട്ട് പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ ആ മനുഷ്യൻ ചുരുണ്ട് കിടക്കുക. ഞാൻ മിണ്ടാതെ പോയി. ഇങ്ങോട്ട് വന്നപ്പോൾ ആ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ കൊച്ചിൻ്റെ ഈ റിക്ഷാക്കൂലി നടന്നാണല്ലോ പോയ 20 രൂപ കൊച്ചിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഇത് അങ്കിളിന് കൊടുക്കുക എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അങ്കിളെ ഇന്ന പൈസ എന്ന് പറഞ്ഞപ്പോൾ ഈ കൊച്ചിനെ ഒന്ന് നോക്കി.
അപ്പം ഞാനോർത്ത് വല്ല വട്ട് പിടിച്ച മനുഷ്യനുമായിരിക്കും ഈ കൊച്ചിനെ വല്ലതും ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ ആ മനുഷ്യനെ നോക്കി. ആ മനുഷ്യനെന്നെയോ നോക്കി ആ മുഖം ഇന്ന് വരെ എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. കഴുത്തിന് താഴോട്ട് മാത്രമേ ഉള്ളൂ ഭിക്ഷക്കാരൻ. കർത്താവിൻ്റെ മുഖമാണ് ഞാൻ അവിടെ കണ്ടത്. ഭയങ്കര സൂര്യൻ ഉദിക്കുന്ന പോലെ ഒരു മുഖത്തൊട്ടും അഴുക്കില്ല. അത് എൻ്റെ കഴുത്തിന് താഴോട്ട് 30 വയസ്സ് കാണും. അത്രയും ഒരു ചെറുപ്പക്കാരനാണ്. കഴുത്തിന് താഴോട്ട് മൊത്തം ചെളി അഴുക്കും, ആ പാൻറ്റും എല്ലാം അഴുക്കാണ്. കഴുത്തിന് മുകളിലോട്ട് ഭയങ്കര സൂര്യൻ ഉദിക്കുന്ന ഒരു മുഖമാണ് ഞാൻ കണ്ട. ആ മുഖം ഇന്ന് വരെ എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അപ്പം ഞാൻ ഓർത്ത് കൂടുതൽ ദിവസങ്ങളിൽ എനിക്കിങ്ങനെ പോകണമെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഒരു ദിവസം പോകാനൊരുക്കി പറഞ്ഞ് നീ കുറച്ച് പൈസ എടുത്തുകൊണ്ട് പോകും എന്ന് എന്നോട് ആരോണ്ട് പറയുന്ന പോലെ. ഞാൻ അന്നേരം ഞാൻ പറഞ്ഞു മാതാവ് എന്തോ എനിക്കൊന്ന് വെച്ചിട്ടുണ്ട്, ഞാനൊന്ന് പൈസ എടുത്തിട്ട് പോകുമ്പോൾ ഒരു ദീദി വഴി കിടക്കുവാണ്. പിന്നെ ആ ദീദിക്ക് ഞാൻ പൂരി കറിയൊക്കെ മേടിച്ച് കൊടുത്തിട്ട് പോയി. അപ്പോൾ ഈ ഭിക്ഷക്കാരൻ്റെതായിട്ട് കണ്ട ഈ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് പോകത്തേ ഇല്ല. പിള്ളേർ പറഞ്ഞു ഞാൻ കടൽ കാണാൻ പോവാ, ദിയെ പോവാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും വരുവാന്നും പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. അവിടെ പോയപ്പോഴും ഞാൻ ഈ ഭിക്ഷക്കാരെ തിരക്കി പോവുക, പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട്. ഇവർ ഭയങ്കര വഴക്ക്, അമ്മ പോകുന്നിടമെല്ലാം പൊതിഞ്ഞ് കെട്ടി പോവുക, അമ്മ ആരെ നോക്കി പോവാന്ന്. അവിടെ പോയിട്ട് ഒരു ഭിക്ഷക്കാരെയും കണ്ടില്ല. 2-3 പേരെ കണ്ടിട്ടതും മനുമോൻ പൈസ കൊടുത്ത്. പിന്നെ ഞാനും കൂടെ കൊടുക്കാൻ നിന്നാൽ അവൻ വഴക്ക് പറയും എന്നോർത്ത് ഞാൻ ആർക്കും കൊടുത്തില്ല. അപ്പോൾ ഇവരെല്ലാം കടലിൽ കളിച്ചപ്പോൾ ഞാൻ കടലിൻ്റെ ഭിത്തിയെ ഇരുന്ന് ജപമാല ചൊല്ലി 7 ജപമാല. അന്നേരം ഞാൻ പറഞ്ഞു എൻ്റെ മോൾ OT പാസ്സാകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു നീ നിൻ്റെ മകൾ OT പാസ്സാകാൻ പ്രാർത്ഥിക്കേണ്ട കാര്യം, അത് മാതാവ് നേരത്തെ ഏറ്റെടുത്ത കാര്യമാണ്. അതിനു വേണ്ടി നീ പ്രാർത്ഥിക്കേണ്ട. നീ കുടുംബത്തോടെ പോയി സാക്ഷ്യം പറയണം. നീ പോയി സാക്ഷ്യം പറയാൻ പ്രാർത്ഥിക്കുക പറഞ്ഞു. ഞാൻ അന്ന് തൊട്ട് 7 ജപമാല ചൊല്ലി. അല്ലാതെ 7 ജപമാല ചെല്ലും, ഇത് അല്ലാതെ വേറെ 7 ജപമാല ചെല്ലും. എന്നിട്ട് മാതാവാണല്ലോ പറഞ്ഞ് എന്നെ വിശ്വാസമാണ് ജപമാല ചൊല്ലിക്കോളെ. ആ 7 ജപമാല ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ച് എനിക്ക് സാക്ഷ്യം പറയാൻ പോകും. അന്ന് രാത്രി എനിക്ക് 8 എന്നൊരു നമ്പർ കാണിച്ചു എഴുതി കാണിക്കുക. ദൈവമേ എന്നായിരിക്കും 8? കുറേ ദിവസം ഇങ്ങനെ ഞാൻ ആലോചിച്ച് 8 ഒരു ഇതും കിട്ടില്ല. പിന്നെ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകെട്ടി കിടന്ന്. അപ്പോൾ കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം മരുമോൻ്റെ സ്വഭാവം മാറി. അവൻ അവിടെ മാതാവിനെ വെക്കാനും അവിടെ തിരി കത്തിക്കാനും എല്ലാം സമ്മതിച്ചു. അവിടെ ഒരു സ്ഥലത്ത് മാതാവിനെ വെച്ചു, അവൻ വേറൊരു സ്ഥലത്ത് വിളക്ക് കത്തിക്കുന്നു, ഞാൻ ഇവിടെ മാതാവിനെ തിരി കത്തിക്കുന്നു. അങ്ങനെ അവിടെ ഞാൻ നൊട്ടുകുത്തി പ്രാർത്ഥിച്ച് മാതാവെ 8 പറഞ്ഞു. 8 എന്തിനാ? എന്നോട് മാതാവ് പറഞ്ഞു ഇതെനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പറഞ്ഞപ്പോൾ 8 നോയമ്പ് എടുത്താണോ നീ വന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ 8 നോയമ്പ് എടുത്തില്ല. ഞാൻ ഓർത്ത ഈ ട്രെയിനിലൊക്കെ വന്ന് മുഷിഞ്ഞ് 8 നോയമ്പ് എടുത്ത് എങ്ങനെ വരാനോന്ന് ഓർത്ത് 8 നോയമ്പ് എടുത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവേ ഇന്ന് തൊട്ട് ഞാൻ ഉപവാസം എടുക്കുക, ഡിസംബർ 1 തൊട്ട്. എന്ന് മാതാവ് എന്നെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നോ അന്ന് വരെ ഞാൻ ഉപവാസം എടുക്കും എന്ന് പറഞ്ഞു. അന്നേരം അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ടിക്കറ്റ് എടുത്ത് തരണമെന്ന് പറഞ്ഞപ്പോൾ ജനുവരി 23 മരുമോൻ ടിക്കറ്റ് എടുത്ത് തന്നു. അപ്പോൾ അതുവരെ ഞാൻ ഉപവാസം എടുക്കുമെന്ന് തീർത്തു. അന്നേരം മോൾ വഴക്ക് പറഞ്ഞു അമ്മ ഇങ്ങനെ നടന്നാൽ രോഗം വന്ന് ചത്തുപോകും, ഇങ്ങനെയാന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ മരിച്ചാലും ഉപവാസം എടുക്കുക, എന്ന് കൃപാസനത്തിൽ പോകുന്നോ അന്ന് വരെ ഉപവാസം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് വൈകിട്ട് 10 പറഞ്ഞു. 10 അന്ന് പറയുക ചെയ്ത് എഴുതി കാണിക്കുകയല്ല. അപ്പം ഞാൻ ഓർത്ത് മാതാവേ എന്തിനാ 10, ഇനി 8 പോലെ ആയിരിക്കുമോ ഈ 10 ഓർത്ത് പിന്നെ അതിന് മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി കിടന്ന് പ്രാർത്ഥിച്ചു. അപ്പം മാതാവ് പറഞ്ഞു 10 ദിവസമാകുമ്പോൾ നിന്നെ ഞാൻ കൃപാസനത്തിൽ എത്തിക്കും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എങ്ങനെ എന്നെ കൃപാസനത്തിൽ ഈ OT അവൾ പാസ്സായില്ല എഴുതിയത്. അപ്പോൾ ഇവൾ പാസ്സാവുകയാണെങ്കിൽ കുടുംബത്തോടെ വരാമെന്ന് അവരെന്നോട് പറഞ്ഞു. പാസ്സായില്ലേ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വരത്തില്ല, എനിക്ക് എങ്ങനെ പോകാൻ പറ്റുമോ? എനിക്ക് 23-ാം തീയതിയാണല്ലോ ടിക്കറ്റ് എടുത്ത് വെച്ചേക്ക്. ആ ടിക്കറ്റ് ഇന്ന് വരെ ക്യാൻസലാക്കിയിട്ടുമില്ല. അന്നേരം പിറ്റേ ദിവസം 10-ാം തീയതി ഡിസംബർ 10-ാം തീയതി എഴുന്നേറ്റ് മോൾ എന്നോട് പറയുന്നു എനിക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണമെന്ന്. അന്നേരത്തേക്ക് എമർജൻസി ആയിട്ട് അവൻ ഇരട്ടി ചാർജിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു. 10 ദിവസമായപ്പോൾ ഞാൻ ഇവിടെ വന്നു. അതിനിടയ്ക്ക് എന്നെ ഒരു 3 ഇത് വിരൽ കൊണ്ട് 3 വിരൽ കാണിച്ചു. അപ്പം ഞാൻ ഓർത്ത് ദൈവമേ 3 എന്നതായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ അതിന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആദ്യം ആ കള്ളന്മാരുടെ ഇതിൽ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന 3 മണിക്ക് അന്നേരം മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടെ. അത് 3-ആയി 4-ആയി 5-ആയി ഇപ്പം 5-നാക്കി എഴുന്നേക്ക്. പിള്ളേരെ പേടിച്ചിട്ടാണ്, അവർ വഴക്ക് പറയും. അങ്ങനെ ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് ജപമാല ചൊല്ലണമെന്ന് മാതാവ് എന്നോട് പറഞ്ഞു.
അങ്ങനെ ഇന്നലെ തന്നെ 10 ദിവസമായപ്പോൾ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. ഞങ്ങൾ കുടുംബത്തോടെ അത്ഭുതമായിട്ട് എങ്ങനെ ഞങ്ങൾ കുടുംബത്തോടെ ഇവിടെ വന്നെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി, അതോട് പറയട്ടെ. എനിക്ക് ഒട്ടും കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. ഞാൻ കണ്ണാടി വെച്ചോണ്ടായിരുന്നു. എനിക്ക് ആരുടെയും മുഖം പോലും തിരിച്ചറിയത്തില്ലായിരുന്നു. ഞാനോർത്ത് ഞാൻ സാക്ഷ്യം പറയുമ്പോൾ കരഞ്ഞു പോയെങ്കിൽ എൻ്റെ കണ്ണാടി ഒട്ടും കാണാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഞാൻ ഈ കണ്ണാടി ഊരി വായി വെക്കുമോ, മാതാവേ നീ എനിക്ക് കാഴ്ച തരണമെന്ന് പറയും. ഇത്രയും നേരം എൻ്റെ കണ്ണിൽ കണ്ണാടി ഉള്ളതുപോലെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ എനിക്ക് നല്ലതായിട്ട് കാഴ്ച കിട്ടിയിട്ട് ഇപ്പം സംഭവിച്ചതാണ് ഈ സാക്ഷ്യമെല്ലാം എഴുതി കൊടുത്ത് ഇവിടെ കയറാൻ സമയത്ത്.